വരാം. ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ ഇനിയും പ്രതികൾ ഉണ്ട്. ആ പ്രതികളൊക്കെ കാണാമറയത്തെ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു കാര്യം, ഈ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ വളരെ പെട്ടെന്ന് ഇടപെട്ടു. പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. നിയമത്തിന് മുന്നിൽ എല്ലാ പ്രതികളെയും കൊണ്ടുവരണം എന്ന് പറയുന്നു. അത് അങ്ങേയറ്റം സ്വാഗതാർഹമാണ്. വിമർശനങ്ങൾ നിലനിൽക്കുമ്പോഴും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വളരെ പെട്ടെന്നുണ്ടാകുന്ന ഒരു ഇടപെടൽ, ആ ഇടപെടലിനെ സ്വാഗതം ചെയ്യുമ്പോൾ പോലും ഈ പ്രതികൾ എവിടെ എന്ന ചോദ്യം പ്രസക്തമാകുന്നുണ്ട്. മാത്രവുമല്ല, ഇപ്പോൾ ഈ കീഴടങ്ങുകയാണ്. ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള പ്രതികളിലേറെയും കീഴടങ്ങുകയാണ് ചെയ്തത്. പോലീസ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ആസിഫ് ഖാനെ പിടികൂടി എന്നത് ഒഴിച്ചു നിർത്തിയാൽ, അപ്പോൾ ഈ അന്വേഷണ സംഘം രൂപീകരിച്ചു, പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ ഈ വിഷയം അവസാനിപ്പിക്കണം. ഇല്ല, നമ്മള് ഈ അതിനിഷ്ഠൂരമായ ഈ ആൾക്കൂട്ട വിചാരണയും അതുപോലെ തന്നെ അതിനുശേഷമുള്ള കൊലപാതകവും, ഇത് കേരള മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമാണ്. കേരളത്തിലെ ഞാൻ കുറെ വർഷങ്ങളായിട്ട് പറയുന്നു, പലർക്കും അത് പിടിക്കുന്നില്ല. ഇവിടെ നമുക്ക് എന്താണ്, ക്യാമ്പസ് രാഷ്ട്രീയം നിരോധിക്കണം. യൂണിവേഴ്സിറ്റി കഴിഞ്ഞ ഒരു 10-40 വർഷം മുമ്പ് യൂണിവേഴ്സിറ്റി കോളേജ് 30-40 വർഷം മുമ്പ് യൂണിവേഴ്സിറ്റി കോളേജിലെ വളരെയധികം ഈ SFIയുടെ ഏറ് പിടിച്ചവനാണ് ഞാൻ. അതിനകത്തുനിന്ന് അവരൊക്കെ ഒരു തോൽവി വന്നെന്ന് തോന്നുമ്പോൾ നേതാക്കന്മാരാണ് ഇറങ്ങി വരുന്നത്. സംസ്ഥാന പാർട്ടിയുടെ നേതാക്കന്മാരാണ് കോളേജിനകത്ത് വരുന്നത്. അപ്പൊ കഴിഞ്ഞ 2 തലമുറകളെ നശിപ്പിച്ചത് ഈ കോളേജ് രാഷ്ട്രീയം തന്നെ. അതുകൊണ്ട് ആണ് ഞാൻ തുടക്കത്തിൽ പറയുന്നത്, ക്യാമ്പസ് രാഷ്ട്രീയം നമുക്ക് നിരോധിച്ചേ പറ്റുള്ളൂ. ഇവിടെ നടന്നത് എന്താണ്, അവിടെ വിചാരണ 3 ദിവസം കൊണ്ട് നടക്കുകയാണ്. ഇതിനുള്ള സൊല്യൂഷൻ സിദ്ധാർത്ഥിനെ മുമ്പിൽ വിദ്യാർത്ഥി സംഘടന, ഇപ്പോൾ 18 വയസ്സൊക്കെ കഴിഞ്ഞ വിദ്യാർത്ഥികൾ നിരവധി കോളേജുകളിലുണ്ട്. അവർക്ക് വോട്ടവകാശമുള്ള ഒരു രാജ്യമാണല്ലോ ഇത്. അവർക്ക് രാഷ്ട്രീയ ബോധം ഉണ്ടാകട്ടെ. ആ രാഷ്ട്രീയ ബോധം ശരിയായ ദിശയിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതല്ലേ സൊല്യൂഷൻ. ഈ വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ നമുക്ക് മോശമായൊന്നും കാണേണ്ടതില്ല. നമുക്കറിയാമല്ലോ, ഈ ഇടിമുറികളുള്ള ക്ലാസ് മുറികളുണ്ട്, മാനേജ്മെന്റിന്റെ ഇടിമുറികളിൽ കൊല്ലപ്പെട്ട വിദ്യാർത്ഥികളുമുണ്ട്. അതിനെയൊക്കെ ചലഞ്ച് ചെയ്യാൻ നമ്മുടെ വിദ്യാർത്ഥികൾ വേണം. ഇല്ല, ഞാൻ അതിനോട് ഒട്ടും യോജിക്കുന്നില്ല. ഇത് കുറെ നാളുകൊണ്ട് ഞാൻ 10-40 വർഷമായിട്ട് ഇത് കേട്ടോണ്ടായിരിക്കുന്നത്. രാഷ്ട്രീയമായ പ്രതിവിധി, രാഷ്ട്രീയമായത് അങ്ങനെയൊന്നും വേണ്ട. ഇവർക്കൊക്കെ രാഷ്ട്രീയ ബോധം ഉണ്ട് എല്ലാവർക്കും കേരളത്തില്. ഈ കുട്ടികളെ സ്കൂളിലും കോളേജിലും അയക്കുന്ന എന്തിനാണ് നമ്മൾ? അവരെ നല്ല സംസ്കാരമുള്ളവരായിട്ട് വളർത്തിയെടുക്കാനും, അവർക്ക് നല്ല ചിന്തകൾ വരാനും, അവർക്ക് വിദ്യാഭ്യാസം അറിവുണ്ടാകാനും, അവർക്ക് നല്ല ജോലി ലഭിക്കാനും, ഇതിനൊക്കെയാണ് നമ്മൾ നല്ല ആരോഗ്യം ഉണ്ടാകാനും ഇതിനല്ലേ കുട്ടികളെ അയക്കുന്നത്. കേരളത്തിൽ നിന്ന് ഇപ്പൊ ഏകദേശം 30-40% വിദേശ രാജ്യത്തിൽ പോകുന്നത് എന്താണ്? +2 കഴിഞ്ഞു ആൾക്കാർ പോവുകയാണ്. ഇവിടുത്തെ 30-40% സ്കൂളുകളിൽ, കോളേജുകളില് അഡ്മിഷൻ ആളില്ല. നമ്മൾ മനസ്സിലാക്കി വേണം മാതാപിതാക്കളുടെ ദുഃഖവും പ്രയാസവും പേടിയും. തീർച്ചയായും അവിടെയാണ് ശ്രീ ഷാദിർ ഖാൻ ചോദിക്കുന്നത്. ഇവിടെ ശ്രീ റജി ലൂക്കോസ് സൂചിപ്പിച്ചല്ലോ, 120 പറഞ്ഞോട്ടെ. വിദ്യാർത്ഥികളിൽ ഒരാൾക്കെങ്കിലും അതിനെ ചോദ്യം ചെയ്യാനുണ്ടാകുന്ന രാഷ്ട്രീയ ബോധം, അതാണല്ലോ വളർത്തിയെടുക്കേണ്ടത്. ഇത് പാടില്ല, ഇങ്ങനെ സഹപാഠിയെ ചെയ്തുകൂടാ. 2ാം വർഷ വിദ്യാർത്ഥിയാണ്, 1ാം വർഷ വിദ്യാർത്ഥിയൊന്നുമല്ല. എന്നാ വേറൊരു കാര്യം ഞാൻ പറയാമല്ലോ. അവിടെ A1 ആയിട്ട് വന്നിരിക്കുന്നത് അയാള് അവിടെ PhDക്ക് റിസർച്ച് ചെയ്യുന്ന ആളാണ്. 28 വയസ്സുള്ള ഒരു തല മൊട്ടയടിച്ച ഒരുത്തൻ, അയാൾക്ക് മുടിയുണ്ടായിട്ടില്ല. അവനാണ് ഇതിന്റെ ലീഡറായിട്ട് വന്നത്. അപ്പൊ ഇത് ക്യാമ്പസ് രാഷ്ട്രീയത്തിനകത്ത് അവിടുത്തെ ടീച്ചേഴ്സിനും പ്രിൻസിപ്പളിനും എല്ലാവർക്കും ഭയമാണ്. എത്ര വർഷം കൊണ്ട് ഞാൻ ഇത് കാണുകയാണ്. കേരളത്തിലെ നമുക്ക് എത്ര കോളേജിൽ ഇത് നടന്നു, എത്ര മരണം ഉണ്ടായിരിക്കുന്നു. അപ്പം ഇപ്പോഴത്തെ കുട്ടികളുടെ പിതാക്കന്മാരും ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ നിന്ന് വന്നവരാണ്. അവരെല്ലാവരും വ്യക്തിപരമായിട്ട് യാതൊരു വ്യക്തിത്വം ഇല്ലാതെ നശിച്ചുപോയവരാണ്. അതുകൊണ്ട് കഴിഞ്ഞ 40 വർഷം 2 തലമുറ നശിപ്പിച്ചത് ക്യാമ്പസ് രാഷ്ട്രീയമാണ്. നല്ല ആദർശമൊക്കെ കുറച്ച് നാളുകൊണ്ട് ഞാൻ കേട്ടോണ്ടായിരിക്കുന്നത്. എത്ര നാളുകൊണ്ട് പറയുന്നത് ഇതൊന്നും ഇവിടെ രാജ്യത്ത് നടക്കാൻ പോകുന്നില്ല. നമ്മുടെ കുട്ടികളെ വിടാൻ ഭയമാണ് സ്കൂളില്. ഇപ്പോഴത്തെ അവിടെ നടന്നത് എന്താണ്? അവിടെ 130 കുട്ടികളുടെ മുമ്പിൽ വെച്ച് നഗ്നനായിട്ട് കിട്ടി അയാളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആർക്കും തടയാൻ പറ്റുന്നില്ല. അവിടുത്തെ ഡീന് തടയാൻ പറ്റിയോ? അവിടുത്തെ ഒരു ഫിസിക്കൽ ഡയറക്ടർ ഉണ്ട്, അയാൾക്ക് പറ്റിയോ? അവിടുത്തെ വാർഡൻ ഉണ്ടായിരുന്നു, പറ്റിയോ? വലിയ മുദ്രാവാക്യം വിളിക്കുന്ന ട്രേഡ് യൂണിയൻ സംഘടനയുള്ള അസോസിയേഷൻ ഉണ്ടല്ലോ അവിടെ, അവരൊക്കെ എവിടെ ആയിരുന്നു? അപ്പൊ ഒരു ക്യാമ്പസിൽ ഇത് നടക്കാൻ പോകുന്നില്ല.
ഇത് രാഷ്ട്രീയം വളർത്താൻ വേണ്ടി കുറെ ആൾക്കാർ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കും. അതിനോടൊന്നും ഞാൻ പ്രതികരിക്കുന്നുമില്ല. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇത് ക്യാമ്പസ് രാഷ്ട്രീയം നിരോധിക്കണം. അവർ പഠിച്ചു വളർന്നു വലുതാട്ടെ, അവർ വെളിയിറങ്ങി വോട്ട് ചെയ്തോളും. ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരെ പിന്തുണക്കാരെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കോളേജിൽ 10-40 വർഷമായിട്ട് കോളേജിന്റെ അന്തരീക്ഷം മാറിയിരിക്കുന്നു. കേരളത്തിലെ എത്ര കുട്ടികൾ മാനസികമായിട്ട് തകർന്നിരിക്കുന്നു, എത്ര കുട്ടികൾക്ക് കൈയും കാലും ഇല്ലാതെ നടക്കുന്നു. യൂണിവേഴ്സിറ്റി കോളേജിൽ എത്ര പെൺകുട്ടികൾ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു പാർട്ടി ചേർക്കാനും ഒരു ഏകാധിപത്യ രീതിയിലുള്ള സ്റ്റുഡന്റ് സിവിങ് ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. അവർ രാഷ്ട്രീയം കളിച്ചോട്ടെ. ഞാൻ പണ്ട് പറയുമായിരുന്നു, ഈ രാഷ്ട്രീയ താല്പര്യമുള്ള കുട്ടികൾക്ക് ഒരു പ്രത്യേക കോളേജോ യൂണിവേഴ്സിറ്റിയോ ഉണ്ടാക്കിക്കോളൂ. അവരവിടെ കിടന്ന് കുത്തുവും വെട്ടും നടത്തിക്കോട്ടെ. മറ്റു പാവങ്ങൾ കുട്ടികളെ വെറുതെ വിട്. അതുകൊണ്ട് ഈ രീതിയിലുള്ള വർത്തമാനം നമ്മൾ നിർത്തണം. ക്യാമ്പസ് രാഷ്ട്രീയം തീർച്ചയായിട്ടും നിർത്തേണ്ടിയിരിക്കുന്നു. കാരണം അതിന് ഹൈക്കോടതി ഇടപെടണം. രാഷ്ട്രീയപരമായിട്ട് ഇവിടെ ആരും ഇടപെടാൻ പോകുന്നില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയും പോകുന്നില്ല. അപ്പൊ ഹൈക്കോടതി കൃത്യമായിട്ട് ഇതിനകത്ത് ഭരണഘടനയുടെ 32(142) അനുസരിച്ച് ഇടപെടണം. ഇതിനകത്ത് ഒരു കമ്മീഷനെ വെക്കണമെന്ന് ഞാൻ പറയുന്നത്. കോളേജുകളിൽ എത്ര കോളേജിൽ ഈ മരണം ഉണ്ടായിട്ടുണ്ട്, കൊലപാതകം ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ ഉള്ളവരെ അതിനെപ്പറ്റി ഒരു കമ്മീഷൻ വന്ന് മാനസികവും ശാരീരികമായി ഡിവൈഎഫ്ഐക്കാരനും ഒരാൾ MLA ആയ ഒരാൾക്കറിയാം, ഇപ്പോഴും ക്രോൾ ചെയ്ത് നടക്കുന്ന അയാൾക്ക് ക്യാമ്പസ് രാഷ്ട്രീയത്തിന്റെ ഒരു ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതെല്ലാവർക്കും അദ്ദേഹത്തിനെ അറിയാം. അപ്പൊ അത് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. ക്യാമ്പസ് രാഷ്ട്രീയം ഇതൊന്നും അല്ല ആവശ്യം, നമുക്കത് വേണ്ട. അതങ്ങ് നിർത്തിക്കളഞ്ഞേരെ, നമ്മുടെ കുട്ടികൾ പഠിക്കട്ടെ. ക്യാമ്പസ് രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധവുമില്ല, നടത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടി ഇല്ലില്ല, അതല്ല ഇല്ല. കോളേജിൽ സ്കൂൾ ലെവലിലെ വയലൻസ് പഠിപ്പിച്ചു വരികയാണ് എല്ലാ സംഘടനകളും. കുത്തും വെട്ടും അവരാണിപ്പം കോളേജിലെത്തുന്നത്. അവരിതിനപ്പുറത്തോട്ടാവും, അതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഞാൻ പറയുന്നത് ഹൈക്കോടതി ഇടപെടണം. രാഷ്ട്രീയമായ ഒരു പരിഹാരം ഇതിനകത്ത് ഉണ്ടാകാൻ പോകുന്നില്ല. അതായത് ശ്രീ ജോർജ് ജോസഫ്, താങ്കൾ എല്ലാ വിദ്യാർത്ഥി സംഘടനകളെയും ഒരേ രൂപത്തിൽ കെട്ടുക എന്ന സമീപനമാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. സംശയമൊന്നുമില്ലല്ലോ. ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സംഘടനകളുണ്ടല്ലോ, ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സംഘടനകളുണ്ട്. സംഘടനാ ജനാധിപത്യപരമായ അവകാശമാണ്, നമ്മൾ അതിനെ നിഷേധിക്കേണ്ട. SFI ചെയ്യുന്നത് പക്ഷെ അതിന് നേർ വിപരീതമായി സാർ ഈ പറഞ്ഞ ഈ കലാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നിഷേധിക്കാൻ വേണ്ടി വളരെ ആസൂത്രിതമായി SFI നടത്തുന്ന കൊലപാതക രാഷ്ട്രീയമാണ്. ഇത് രണ്ടും രണ്ടാണ്. നമ്മൾ അതിനെ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ഇല്ലില്ല, ഞാൻ കാരണം അങ്ങനെയാണെങ്കിൽ അതിലില്ല. SFIക്കാരനെ ഇടുക്കിയൊക്കെ ഒന്നല്ലോ, KSUക്കാർ പല എന്തായാലും ഒരാള് മരിച്ചിരിക്കുന്നല്ലോ. നമുക്ക് ഈ ക്യാമ്പസ് രാഷ്ട്രീയം വേണ്ട, അതങ്ങ് നിർത്ത്. അതിനകത്ത് ഒരു മൂല്യബോധവും നമുക്ക് അതിനകത്ത് ഉണ്ടാകാൻ പോകുന്നില്ല. ഇവിടെ അവിടെയുള്ളവർ MLA MP ആയി മന്ത്രിയായി പോകുന്നല്ലാതെ ഈ വയലൻസ് കാണിക്കുന്നവരെല്ലാവരും അവരുടെ ഹിസ്റ്ററി അവരൊന്നും എടുത്തു. അല്ല, അപ്പോൾ താങ്കൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇത് ഈ കുട്ടികളൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ ചട്ടുകമായി മാറുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ പ്രതിസ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത് SFI ആണ്, ഭരണത്തിലിരിക്കുന്നത് CPIM ആണ്. അതേ മുഖ്യമന്ത്രി തന്നെയാണ് അന്വേഷണ സംഘത്തെ നിയോഗിക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിയോട് ആവശ്യപ്പെടുന്നത്. ആ മുഖ്യമന്ത്രിക്ക് അല്ലാതെ നിവൃത്തിയല്ലേ, സംസ്ഥാന മുഖ്യമന്ത്രിയല്ലേ. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ത് ചെയ്യാനൊക്കും? അദ്ദേഹം തീർച്ചയായിട്ടും ഓർഡേഴ്സ് DGPക്ക് കൊടുത്തു കഴിഞ്ഞു. അവിടുന്ന് നല്ല അന്വേഷണം വരട്ടെ. ദയവ് ചെയ്ത് കൽപ്പറ്റ DYSP അന്വേഷണം മാറ്റണം. കാരണം അവർക്കൊന്നും ധൈര്യമില്ല. അത് ക്രൈംബ്രാഞ്ചിലെ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് നമുക്ക് ഈ അന്വേഷണം മാറ്റണം. അവിടെ ഈ 3 ദിവസം ആ കൊച്ചിനെ അവിടെ മുറിയിലിട്ട് പൂട്ടി. അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് ഒരു തുള്ളി പോലും വെള്ളം അതിന്റെ വയറ്റിലില്ല. അത് ആഹാരം കഴിച്ചിട്ട് 3 ദിവസമായി. അതിനെ പട്ടിണിക്കിട്ട് അവര് വെളിയിലിട്ട് ചവിട്ടി മെതിച്ച് അതെല്ലാം കണ്ടോണ്ടിരിക്കുന്ന സാറന്മാരും കണ്ടോണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുമാണ്. എന്തുകൊണ്ടാണ് അവർ കാണാത്തത്? SFIയുടെ നേതാക്കന്മാർ അവിടെ ഹോസ്റ്റലിലുണ്ടായിരുന്നല്ലോ, ആർഷോ ഹോസ്റ്റലിലുണ്ടായിരുന്നെന്നാണ് ഞാൻ കേട്ടത്. അപ്പം കോളേജിലെ എല്ലാ രാഷ്ട്രീയവും നടക്കുന്നിടത്ത് തീർച്ചയായിട്ടും ആ SFI അല്ലെങ്കിൽ KSUവിന്റെ അല്ലെങ്കിൽ ABVPയുടെ നേതാക്കന്മാരോടെ ഉണ്ട്. ഈ ഹോസ്റ്റലിലൊന്നും ഒരു ചിട്ടയില്ല. ഇവിടെ കേരള യൂണിവേഴ്സിറ്റി ഓഫീസ് ഉണ്ടല്ലോ, യൂണിവേഴ്സിറ്റി കോളേജ് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലുണ്ടല്ലോ. ഞാൻ അവിടുന്ന് എത്ര പേരെ പിടിച്ചിരിക്കുന്ന ആ ഹോസ്റ്റലിൽ അല്ലാത്തവര്. ഈ ക്യാമ്പസ് രാഷ്ട്രീയം വിട്ട് ദുരിതപ്പെട്ട വിദ്യാർത്ഥി നേതാക്കന്മാരാരും പോകില്ല. അവരവിടെ തന്നെയുണ്ട്, അവരുടെ കൺട്രോളിലാണ് കാര്യങ്ങൾ. അവിടുത്തെ സാറുമാർക്കും ഭയമാണ്. അതുകൊണ്ട് ആ രീതിയിലൊരു വളർച്ച നമുക്കുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിർത്തണമെന്ന് പറയുന്നത്. 110 ഏക്കറുള്ള സ്ഥലമാണ് ഈ പൂക്കോട് ഈ വെറ്റിനറി സർവകലാശാല. അതിനകത്ത് ഒരറ്റത്ത് നിന്നാ മറ്റേ അറ്റമൊന്നും കാണാൻ പറ്റില്ല. അവിടെ നടക്കണ എന്താന്ന് അറിയത്തില്ല. ക്യാമ്പസ് രാഷ്ട്രീയത്തിനകത്ത് അതിന് ഡ്രഗ്സിന്റെ വിൽപ്പനയുണ്ട്. ആലപ്പുഴയിലെ സംഭവം അറിയാമല്ലോ, SFI നേതാക്കന്മാര് കുറെ വിട്ട്. നമുക്ക് അവര്
അവർ പാർട്ടി വളർത്തിക്കോട്ടെ, അതിനൊന്നും യാതൊരു ഏത് പാർട്ടിയും വളർത്തിക്കോട്ടെ. ശരി. അത് ഞാൻ നമുക്ക് താങ്കളിലേക്ക് എത്താം. തടസ്സമില്ല. ശ്രീ ദയവ് റെജി ചെയ്ത് ലൂക്കോസ്, ഈ ക്യാമ്പസിൽ ഇന്ന് നിങ്ങളെ വെളിയിലാക്കണം. Right. ഇവരെ വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ റെജി ലൂക്കോസ്.